അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് ഗോട്ടിന്റെ റിലീസ് തീയതിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 23-ന് ചിത്രം റിലീസ് ചെയ്യും എന്നാണ് സൂചന. നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് ചിത്രീകരിച്ച ക്ലൈമാക്സിന് ശേഷം ദുബായിലേക്ക് യാത്രയായ വിജയ് ഇപ്പോൾ ചിത്രീകരണത്തിനായി റഷ്യയിലാണുള്ളത്. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഒരു ചിത്രം സംവിധായകൻ വെങ്കട് പ്രഭു ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു. നിർമ്മാതാക്കളിൽ ഒരാളായ അർച്ചന കൽപ്പാത്തിയോടൊപ്പമുള്ള ചിത്രമാണ് അദ്ദേഹം ഷെയർ ചെയ്തിരുന്നത്. ഇപ്പോൾ റഷ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ ഷെഡ്യൂൾ ആണെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയോടെ ഗോട്ടിന് പാക്കപ്പ് ആയേക്കും. ഒപ്പം ചിത്രത്തിലെ ആദ്യ ഗാനം ഈ മാസം പുറത്തിറങ്ങിയേക്കും എന്നും സൂചനയുണ്ട്. ഒപ്പം മറ്റൊരു വാർത്ത കൂടി ആരാധകരെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. ഗോട്ടിനൊപ്പം സൂര്യയുടെ കങ്കുവ കൂടി റിലീസ് ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ബോക്സ് ഓഫീസിൽ കരുത്ത് കാട്ടാൻ ഒരുമിച്ചെത്തുന്നത്. കങ്കുവയും ഓഗസ്റ്റിൽ തന്നെ എത്തുമെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യങ്ങളിൽ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും തമിഴ് മാധ്യമങ്ങളടക്കം ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇക്കാര്യം സത്യമാകണമേ എന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരും പോസ്റ്റ് ചെയ്യുന്നത്. 13 വർഷം മുമ്പ് 2011 ദീപാവലി സീസണിൽ ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ തിയേറ്ററുകളിലെത്തിയ വേലായുധവും ഏഴാം അറിവുമായിരുന്നു ഇതിനു മുമ്പ് ഒരേ സമയത്ത് റിലീസായ വിജയ് സൂര്യ ചിത്രങ്ങൾ. ഇതിൽ വേലായുധം 45 കോടി ബജറ്റിലെത്തി 60 കോടിയാണ് കളക്ഷൻ നേടിയത്. 80 കോടി ബജറ്റിലെത്തിയ ഏഴാം അറിവ് 90 മുതൽ 100 കോടിക്ക് മുകളിൽ നേടി. രണ്ട് ചിത്രങ്ങളും നഷ്ടമായിരുന്നില്ലെങ്കിലും കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് വലിയ ഗ്രോസ് നേടിയിരുന്നില്ല. എന്നിരുന്നാലും ഇരുവരുടെയും കരിയറിലെ പ്രധാന സിനിമകളായി ഈ ചിത്രങ്ങൾ മാറിയിരുന്നു. വിജയ് സിനിമകൾക്ക് ഒരു രക്ഷകൻ ഇമേജ് വന്നു തുടങ്ങിയ കാലമായിരുന്നു അത്. ഏഴാം അറിവ് പിന്നീട് റിപ്പീറ്റ് വാച്ചിങ്ങിൽ മുൻപന്തിയിലുള്ള സൂര്യ സിനിമകളിലൊന്നായി മാറി. അതിനുശേഷം വിജയ് സൂര്യ ബോക്സ് ഓഫീസ് ക്ലാഷ് കാണാൻ ആരാധകർക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. പിന്നീടുള്ള കണക്കുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ക്ലാഷ് വിജയ്ക്കൊപ്പം വന്നിട്ടുള്ളത് അജിത്തിൻ്റെതാണ്. കഴിഞ്ഞ വർഷം പൊങ്കൽ സമയത്തും അജിത്തിന്റെയും വിജയുടെയും ചിത്രങ്ങൾ ക്ലാഷ് റിലീസായിരുന്നു. വാരിസും തുനിയുമാണ് ഒരുമിച്ചെത്തിയത്. പിന്നീട് ദീപാവലി സീസണിൽ എത്തേണ്ടിയിരുന്ന അജിത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോവുകയും വിജയുടെ ലിയോ തിയേറ്ററുകളിൽ ഹിറ്റടിക്കുകയും ചെയ്തു. തുടർന്ന് വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം വരികയും അഭിനയം നിർത്തുമെന്ന വിവരം പുറത്തുവിടുകയുമായിരുന്നു. പിന്നീടാണ് ഗോട്ടിന്റെ വിശേഷങ്ങളും എത്തിയത്. ഗോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 19-കാരനായി വിജയ് എത്തുന്നു എന്നത് തന്നെയാണ്. വെങ്കട് പ്രഭു ദളപതി 68 എന്ന ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ 19-കാരനായി വിജയ് എത്തുമെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വെങ്കട് പ്രഭു ചിത്രത്തിൽ ആദ്യമായാണ് വിജയ് നായകനായി എത്തുന്നത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വിജയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റിനൊപ്പം ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തു വന്നു. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ടൈം ട്രാവൽ ചിത്രമായിരിക്കും എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളും പിന്നാലെ പുറത്തു വന്നത്. 2 ജനറേഷനിലുള്ള വിജയെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തുവിട്ടത്. ഫസ്റ്റ് ലുക്കിൽ വിജയ് ഡബിൾ റോളിനാണ് എത്തുന്നതെന്ന് വ്യക്തമാക്കുകയും സെക്കൻഡ് ലുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉൾപ്പെടുത്തുകയുമായിരുന്നു. സെക്കൻഡ് ലുക്കിൽ ബൈക്കിലിരുന്ന് തോക്കുപയോഗിച്ച് വെടിവെക്കുന്ന പ്രായമായ വിജയെയും ചെറുപ്പക്കാരനായ വിജയെയും കാണിച്ചിട്ടുണ്ട്. ടൈം ട്രാവലിനൊപ്പം ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ഗോട്ടെന്നത് ഈ പോസ്റ്ററിൽ നിന്നും വ്യക്തമാണ്. സാധാരണയായി സിനിമകളിൽ കണ്ടിട്ടുള്ളത് പഴയ കാലത്തിലേക്കുള്ള ടൈം ട്രാവലാണ്. ഈ സിനിമയിൽ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ആയിരിക്കും കാണിക്കുക എന്നാണ് വിവരം. പോസ്റ്ററുകൾ കണ്ടതോടെ ആരാധകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വിജയുടെ ചെറുപ്പക്കാരനായിട്ടുള്ള ലുക്കാണ്. ഈ മേക്ക് ഓവറിന് പിന്നിൽ 2 കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഡിജിറ്റൽ ഡി-ഏജിംഗ് സാങ്കേതികതയാണ്. ടെക്നോളജിയുടെ സഹായത്തോടെ വിജയുടെ ചെറുപ്പം പുനരാവിഷ്കരിക്കുന്ന രീതിയാണിത്. മറ്റൊന്ന് പ്രോസ്തെറ്റിക് മേക്കപ്പ് ഉപയോഗിച്ച് വമ്പൻ ചെലവിൽ വിജയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്നതാണ്. ഏകദേശം 6 കോടിയോളം വിജയുടെ മേക്ക് ഓവറിന് വേണ്ടി നിർമ്മാതാക്കൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന റിപ്പോർട്ടും കോളിവുഡിൽ പ്രചരിക്കുകയാണ്. 200 കോടിയോളം വിജയ് പ്രതിഫലമായി വാങ്ങുന്നു എന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയിട്ടുള്ളത്. വിജയുടേതായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വാരിസും ലിയോയും മികച്ച കളക്ഷൻ നേടിയിരുന്നു. വാരിസ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷനിൽ വമ്പൻ ഹിറ്റടിച്ചു. ഒപ്പം എത്തിയ അജിത്തിന്റെ ചിത്രം തുനിവിനേക്കാൾ കൂടുതൽ കളക്ഷൻ വാരിസ് സ്വന്തമാക്കിയിരുന്നു. പിന്നീട് ലോകേഷ് കനകരാജിന്റെ ലിയോയും വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു. ഗോട്ട് ഒരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും 2024-ലെ വിജയുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്.